ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഇപ്പോഴത്തെ വിവാദങ്ങളെന്ന് കെ.പി.സി.സി പ്രസിഡന്റ് വി.എം. സുധീരൻ. ഇതിനു പിന്നിൽ സ്ഥാപിത താൽപര്യങ്ങൾ ഉണ്ടാകാമെന്നും സുധീരൻ പറഞ്ഞു. ലഹരിമുക്ത കേരളത്തിനായി വി.എം. സുധീരൻ നയിക്കുന്ന ജനപക്ഷയാത്രയ്ക്ക് നാളെ കാസർഗോട്ട് തുടക്കമാകും. ലഹരി വിമുക്ത കേരളം, അക്രമരഹിത കേരളം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് കെ.പി.സി.സി പ്രസിഡന്റ് വി.എം. സുധീരൻ ജനപക്ഷയാത്രയ്ക്ക് ഒരുങ്ങുന്നത്. നാളെ വൈകുന്നേരം 4 മണിക്ക് കാസർഗോഡ് നിന്നും ആരംഭിക്കുന്ന യാത്ര ഡിസംബർ 9-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. രാഷ്ട്രീയ കാര്യങ്ങൾക്കൊപ്പം ലഹരി വിമുക്തത, മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയ വിഷയങ്ങൾ യാത്രയുടെ ഭാഗമായി പൊതുസമൂഹത്തിൽ ഉന്നയിക്കുമെന്ന് വി.എം. സുധീരൻ പറഞ്ഞു. ഇപ്പോൾ മദ്യനയവുമായി ബന്ധപ്പെട്ട് കെ.എം. മാണിക്കെതിരായി ഉയർന്ന ആരോപണങ്ങൾ യാത്രയുടെ ലക്ഷ്യത്തെ ബാധിക്കില്ലെന്നും സുധീരൻ പറഞ്ഞു. എന്നാൽ വിവാദങ്ങൾ മദ്യവിരുദ്ധ ക്യാമ്പയിനിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു. ഈ ക്യാമ്പയിനൊക്കെ ഇതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിക്കാനുള്ള സംഘടിതമായ ശ്രമം പല തലങ്ങളിലുണ്ടാവും. അതിൻ്റെ പുറകിലൊക്കെ വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഉണ്ടാവാം. അതുകൊണ്ട് അതൊന്നും കേട്ട് അതിലേക്കൊന്നും ആവശ്യമില്ലാത്ത തലത്തിൽ തലവെച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വിവാദം UDF-നെ ബാധിക്കില്ലെന്നും UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നും സുധീരൻ പറഞ്ഞു. ഈ വർഗ വിഷയങ്ങൾക്ക് അത്ര പ്രാധാന്യം, അതിൻ്റേതായ പ്രാധാന്യം കൊടുക്കുന്നതല്ലാതെ അതിൻ്റെ അനുപാതം വിട്ടൊരു പ്രാധാന്യം കൊടുക്കാൻ തയ്യാറല്ല. ആവശ്യമായ രീതിയിൽ അതിനോടൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. നാളെ വൈകുന്നേരം 4 മണിക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് വി.എം. സുധീരന്റെ ജനപക്ഷയാത്ര ഉദ്ഘാടനം ചെയ്യുക. റിപ്പോർട്ടർ, തിരുവനന്തപുരം.